നമസ്കാരം. എംഫോർമെക്കിൻ്റെ പുതിയ ജോബ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും വിദേശ രാജ്യങ്ങളിലും വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് മറ്റുള്ളവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട്. പോസ്റ്റ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 4/7/2025. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കേണ്ടതാണ്. ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ജോലികൾക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്നു തന്നെ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതാണ്. ആദ്യം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിനകത്ത് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും. അതിനകത്ത് മുഴുവൻ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പാടൂ. ഈ നോട്ടിഫിക്കേഷനകത്ത് എത്ര പോസ്റ്റുകളുണ്ട്, ഏജ് ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അപ്ലിക്കേഷൻ ഫീസ് തുടങ്ങിയ എല്ലാം ഈ നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും നോക്കി വായിച്ച് മനസ്സിലാക്കുക. ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ വേണ്ടി വീണ്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അപ്ലൈ നൗ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഹോം പേജ് ഓപ്പൺ ആയി വരും. ഇതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ കണ്ടിന്യൂ എന്ന ബട്ടൺ അത് ജസ്റ്റ് പ്രസ് ചെയ്യുക. ഈ കണ്ടിന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ ഹോം പേജ് ഓപ്പൺ ആയി വരുന്നുള്ളൂ. ഇതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഹോം പേജ്. ഈ ഹോം പേജിനകത്ത് നമുക്ക് ആധാർ കാർഡ് ഉണ്ടോ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ എസ് എന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത ശേഷം സെൻഡ് OTP എന്ന് പറയുന്ന പേജ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അതിനകത്ത് നമ്മുടെ ആ OTP അടിച്ച് സബ്മിറ്റ് ചെയ്ത് വിടുക. അതിനുശേഷം കാൻഡിഡേറ്റിൻ്റെ പേര്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. എല്ലാ ഡീറ്റെയിൽസും ഫിൽ ചെയ്ത ശേഷം താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ആ ചെക്ക് ബോക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് പാസ്വേഡ് ക്രിയേഷൻ എന്ന പേജിലോട്ട്. പാസ്വേഡ് ക്രിയേഷൻ പേജിലെത്തിയ ശേഷം ഇതുപോലെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഫിൽ ചെയ്ത ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്ത് വിടുക. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലോട്ട് വീണ്ടും പുതിയൊരു ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട്. പോസ്റ്റ് സ്റ്റെനോഗ്രാഫർ. ടോട്ടൽ വാക്കൻസി 261. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 26/6/2025. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക. ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ജോലികൾക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്നു തന്നെ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലോട്ട് വീണ്ടും പുതിയൊരു ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട്. പോസ്റ്റ് കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ. ടോട്ടൽ വാക്കൻസി 437. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 26/6/2025. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക. ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. ഈ ജോലികൾക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്നു തന്നെ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതാണ്.
സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലോട്ട് വീണ്ടും പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ടോട്ടൽ വേക്കൻസി 2402. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 23/6/2025. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക. ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ജോലികൾക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്നു തന്നെ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതാണ്. ഓൺലൈൻ വഴി അപേക്ഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.